വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യണത്. ഓൾമോസ്റ്റ് ഒരു 2 months ആയി വീഡിയോ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിലോട്ട് പോണതിന് മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ 900-ലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് 1000-ലോട്ട് എത്തിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ടോപ്പിക്കിലോട്ട് പോവാം. സോ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അതായത് ICT വീക്ക്ലി റേഞ്ച് പ്രൊഫൈൽസ്, അതായത് വീക്ക്ലി പ്രൊഫൈലിനെ കുറിച്ചായിരുന്നു ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ICT വീക്ക്ലി റേഞ്ച് പ്രൊഫൈൽസ് ആണ്, വീക്ക്ലി പ്രൊഫൈൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് വീക്ക്ലി പ്രൊഫൈൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AMDയുടെ ബേസിൽ അല്ലെങ്കിൽ പവർ ഓഫ് 3യുടെ ബേസിൽ ഒരു വീക്ക്ലി ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീക്ക് നമ്മൾ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഹൈ ഓർ ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്യും. ഇപ്പോൾ ഒരു ബുള്ളിഷ് വീക്ക് ആണെങ്കിൽ ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് വീക്ക് ആണെങ്കിൽ ഹൈ ഓഫ് ദ വീക്ക് ഫോം ചെയ്യണത്, ഇത് ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും? AMDയുടെ ബേസിൽ ഇത് ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും? അതാണ് സിംപ്ലി ഈ ഒരു വീക്ക്ലി പ്രൊഫൈലിൻ്റെ അകത്ത് ICT ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വീക്ക്ലി പ്രൊഫൈൽസ് ഉണ്ട്. അതായത് ക്ലാസിക് ട്യൂസ്ഡേ ലോ ഓഫ് ദ വീക്ക്, ക്ലാസിക് ട്യൂസ്ഡേ ഹൈ ഓഫ് ദ വീക്ക്, വെനസ്ഡേ ഹൈ ഓഫ് ദ വീക്ക്, വെനസ്ഡേ ലോ ഓഫ് ദ വീക്ക്, കൺസോൾട്ടേഷൻ തേഴ്സ്ഡേ റിവേഴ്സൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിലോട്ട് പോണ സമയത്ത് കൂടുതലും കണ്ടിട്ടുള്ള ഒരു വീക്ക്ലി പ്രൊഫൈലാണ് ക്ലാസിക് ട്യൂസ്ഡേ ലോ ഓർ ഹൈ ഓഫ് ദ വീക്ക്. ഓക്കെ, ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഫസ്റ്റ് അതിൻ്റെ തിയറി നോക്കാം, ദെൻ ചാർട്ടിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്, ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്ലാസിക് ട്യൂസ്ഡേ ലോ ഓഫ് ദി വീക്ക്, അതായത് സിമ്പിൾ ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീക്ക്ലി നമ്മുടെ ബയാസിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസിൻ്റെ ഹൈ ടൈം ഫ്രെയിം അനാലിസിസിൻ്റെ ബേസിൽ, ഫോർ എക്സാമ്പിൾ വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ നെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കറൻറ്റ് ക്യാൻഡിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യണത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ മോസ്റ്റ്ലി ട്യൂസ്ഡേ ആണ് ലോ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് പറയാറ്. ഓക്കെ, അതായത് ആ ഒരു AMDയുടെ ബേസിൽ ട്യൂസ്ഡേയ്സിൽ ഒരു ലോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷന് ശേഷം ഒരു ലോ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്യണത് ട്യൂസ്ഡേയ്സിലാണെന്നാണ് പറയാറ്. അതായത് മാനിപ്പുലേഷൻ സംഭവിക്കുന്നത് ട്യൂസ്ഡേയ്സിലായിരിക്കും. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ മൺഡേ ഒരു അക്യുമുലേഷൻ ആയിരിക്കും, ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. ദെൻ ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യും? മൺഡേയിലത്തെ ലോ സ്വീപ്പ് ചെയ്യും. സോ മൺഡേയിലത്തെ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ഓഫ് ദി വീക്ക്, അതായത് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ പ്രൈസ് എന്തായിരിക്കും? ബുള്ളിഷ് ആയിരിക്കും. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത തേഴ്സ്ഡേക്ക് ശേഷം ഫ്രൈഡേ മോസ്റ്റ്ലി ആ ഒരു എന്താ പറയുക, ആ ഒരു റേഞ്ചിലോട്ടുള്ള ഒരു റിട്രേസ്മെൻറ്റ്. ഓക്കെ, ആ ഒരു സംഭവം. ഓക്കെ, സോ വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ മോസ്റ്റ്ലി ട്യൂസ്ഡേയ്സിലാണ് ആ ഒരു ലോ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്യാറ് എന്നാണ് ഈ ഒരു പ്രൊഫൈലിൻ്റെ ബേസിൽ പറയണത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതായത് നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഇതൊരു വീക്ക്ലി ക്യാൻഡിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ഒരു അനാട്ടമി നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? ഒരു ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു ലോയിലായിട്ട്, അതായത് ഓപ്പൺ ചെയ്ത ആ ഒരു പ്ലേസിന് ശേഷം, അതായത് മൺഡേ പ്രൈസ് എന്ത് ചെയ്യും? മൺഡേ ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ട്യൂസ്ഡേ പ്രൈസ് എന്ത് ചെയ്യും? മൺഡേയിലത്തെ ലോ സ്വീപ്പ് ചെയ്യും. അതായത് ആ ഒരു റേഞ്ചിൻ്റെ ലോ സ്വീപ്പ് ചെയ്യും. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ആ ഒരു ഡിസ്ട്രിബ്യൂഷന് ശേഷം ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യും? ജസ്റ്റ് ആ ഒരു വീക്ക്ലി റേഞ്ചിലോട്ട് ഒന്ന് റിട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, അതായത് സിംപ്ലി സ്റ്റാർട്ടിങ്ങിൽ ഒരു കൺസോൾട്ടേഷൻ വന്നു, ആൻഡ് ട്യൂസ്ഡേ വന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു മാനിപ്പുലേഷൻ ചെയ്തിട്ട് ആ ഒരു സെൽ ഓർഡേഴ്സ് എടുത്തിട്ട് റെസ്റ്റ് ഓഫ് ദി വീക്ക് പ്രൈസ് എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. അതായത് ഇതാണ് സിംപ്ലി ക്ലാസിക് ട്യൂസ്ഡേ ലോ ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ, ഇപ്പോൾ EURUSD. ഓക്കെ, സോ EURUSD ഞാൻ ഒരു 4 hour ടൈം ഫ്രെയിമിൽ എടുത്തിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. സോ ഇതാണ് മൺഡേയിലത്തെ പ്രൈസ് ആക്ഷൻ പറഞ്ഞത്. ഓക്കെ, സോ ഇതൊരു ഡേ ഡിവൈഡറാണ്. മൺഡേ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? നേരെ മോളിൽ പോയിട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ട്യൂസ്ഡേ പ്രൈസ് എന്ത് ചെയ്തേ? ട്യൂസ്ഡേ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ട്യൂസ്ഡേയിലത്തെ പ്രൈസ് ആക്ഷൻ. ട്യൂസ്ഡേ പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നല്ലൊരു
മണ്ടേലത്തെ ലോ ആയിരുന്നു അത്. ഓക്കെ, ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് മണ്ടേലത്തെ ലോ സ്വീപ്പ് ചെയ്തു. ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ഓഫ് ദി വീക്ക് പ്രൈസ് എന്തായിരുന്നു? ഓക്കെ, റെസ്റ്റ് ഓഫ് ദി വീക്ക് പ്രൈസ് നല്ല രീതി ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, ട്യൂസ്ഡേന് ആ ഒരു ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു മാനിപ്പുലേഷന് ശേഷം ഇവിടെ മണ്ടേലത്തെ ലോ, അതായത് പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മൾ ലോ ടൈം ഫ്രെയിമിലോട്ട് പോയി നോക്കുവാണെങ്കിൽ ഇതൊരു 15 മിനിറ്റ് 4 ഹവറിൽ എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് 15 മിനിറ്റിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഡേറ്റ് വരുന്നത് 2 ജൂലൈ. ഓക്കെ, സോ എങ്ങനെയാണ് ആ ഒരു പ്രൈസ് ആക്ഷൻ അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എവിടെയാണ് മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്തത്? ഇവിടെയാണ് മൺഡേ ഓപ്പൺ ചെയ്തത്. ഓക്കെ, സോ അതിന് തൊട്ട് താഴെ ലിക്വിഡിറ്റി കൂടി ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഓപ്പണിംഗ് പ്രൈസിൻ്റെ ബേസിൽ എടുക്കാം. മൺഡേ പ്രൈസ് എന്ത് ചെയ്തു? മൺഡേ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പ്രൈസ് ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? ഇതായിരുന്നു ചൊവ്വാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ. ചൊവ്വാഴ്ച പ്രൈസ് എന്ത് ചെയ്തു? സ്ട്രോങ് ആയിട്ട് വന്നിട്ട് ആ ഒരു മണ്ടേലത്തെ ലോ സ്വീപ്പ് ചെയ്തു. മണ്ടേലത്തെ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റി? ഇവിടെ 15 മിനിറ്റിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ 15 മിനിറ്റിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? റീസെൻ്റ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് എൻ്റർ ചെയ്യാമായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സെറ്റപ്പ് അല്ല, അതായത് ഈ സെറ്റപ്പ് നമ്മുടെ നോർമൽ സ്ട്രാറ്റജിയുടെ ബേസിൽ എടുത്തിട്ടുള്ള സെറ്റപ്പാണ്. ബട്ട് ഇതൊരു കൺഫ്ലുവൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഒരു എക്സ്ട്രാ കൺഫ്ലുവൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു വീക്ക്ലി പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മോസ്റ്റ്ലി ട്യൂസ്ഡേയ്സിലാണ് ലോ ഓഫ് ദി വീക്ക് പ്രൈസ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അതായത് ഒരു ബുള്ളിഷ് വീക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ലോ ഓഫ് ദി വീക്ക് പ്രൈസ് ക്രിയേറ്റ് ചെയ്യണത് മോസ്റ്റ്ലി ട്യൂസ്ഡേയ്സിലായിരിക്കും. ഓക്കെ, ഇവിടെ ട്രേഡ് എടുത്തിട്ട് നമ്മളൊരു റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്വിങ് ഹൈ, ആ ഒരു മണ്ടേലത്തെ സ്വിങ് ഹൈ തന്നെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് നടന്നിട്ടുള്ളത് കാണാം നമുക്ക്. പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു ടാർഗറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ തന്നെ പ്രൈസ് ആ ഒരു ടാർഗറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിരുന്നു. സോ ജസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? മണ്ടേലത്തെ ലോ ആയിരുന്നു ഇത്, പ്രീവിയസ് ഡേ ലോ. ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്, അതായത് വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ ബയാസിൻ്റെ ബേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൂടി ആയിരിക്കണം. ഓക്കെ, സോ ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു? മണ്ടേലത്തെ ലോ സ്വീപ്പ് ചെയ്തു. മണ്ടേലത്തെ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു റിട്രേസ്മെൻറ്റ് വന്നു. റിട്രേസ്മെൻറ്റിൻ്റെ സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു? ഒരു ഷിഫ്റ്റ് ആ ഒരു മാനിപ്പുലേഷന് ശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് റിട്രേസ് ചെയ്ത് വന്നു. ദെൻ ആ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഹൈ ടൈം ഫ്രെയിം PDRA എന്ന് കൂടിയായിരുന്നു ഈ ഒരു റിയാക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സി ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രീവിയസ് ഡേ ലോ മാത്രമല്ല, നമ്മൾ 4 ഹവറിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഈ ഒരു ഏരിയയിലായിട്ട് ഓക്കെ, ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ ഒരു ബാരിഷ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു ബാരിഷ് ക്യാൻഡലിന് ശേഷം നമുക്ക് എന്ത് കാണാം? ഒരു 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് കാണാം. അതായത് ഒരു സ്ട്രോങ് അപ്പ് മൂവ് ആ ഒരു ബാരിഷ് ക്യാൻഡലിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതൊരു ബുള്ളിഷ് ഷോർട്ട് ബ്ലോക്ക് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഇതൊരു ബുള്ളിഷ് ബ്രേക്കർ കൂടിയാണ്. ഓക്കെ, സോ ഇതൊരു ബ്രേക്കറാണ്, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഓർഡർ ബ്ലോക്കിലും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ബ്രേക്കറിലും വന്നതിന് ശേഷമാണ് ഈ ഒരു റിട്രേസ്മെൻറ്റ് ഇവിടെ, അതായത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 4 അവർ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ കൂടി ആയിരുന്നു അതൊക്കെ. ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി ആൻഡ് അതിനുശേഷം അഗൈൻ മുകളിലോട്ട് വന്നു, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി. ഓക്കെ, ആ ഒരു രീതിയിൽ. സോ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു ദിവസം ഒരു ബുള്ളിഷ് വീക്ക് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീക്കിൽ പ്രൈസ് എപ്പോഴായിരുന്നു ലോ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചൊവ്വാഴ്ചയായിരുന്നു ലോ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മൺഡേ പ്രൈസ് എന്ത് ചെയ്തു? മൺഡേ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. ചൊവ്വാഴ്ച കൊണ്ട് മൺഡേലത്തെ ലോ സ്വീപ്പ് ചെയ്തു. ആൻഡ് റെസ്റ്റ് ഓഫ് ദി വീക്ക് പ്രൈസ് എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. സോ ക്ലാസിക് ട്യൂസ്ഡേ ലോ ഓഫ് ദി വീക്ക്. ഓക്കെ, ഈ ഒരു ലോ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എപ്പോഴായിരുന്നു? ട്യൂസ്ഡേ ആയിരുന്നു. ഓക്കെ, സോ സിമ്പിളായിട്ട് ട്യൂസ്ഡേ ലോ ഓഫ് ദി വീക്കിനുള്ളൊരു എക്സാമ്പിൾ. സോ അതിനുശേഷം നമ്മൾ നോക്കിയിട്ടുള്ള എന്തായിരുന്നു? ട്യൂസ്ഡേ ഹൈ ഓഫ് ദി വീക്ക്. ഓക്കെ, അതായത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് ഒരു ബാരിഷ് ക്യാൻഡിലാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഒരു സമയത്ത് മോസ്റ്റ്ലി ഹൈ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്യുക എപ്പോഴായിരിക്കും? ട്യൂസ്ഡേയ്സിലായിരിക്കും. അതായത് മൺഡേ ഒരു അക്യുമുലേഷൻ, ട്യൂസ്ഡേ ഒരു മാനിപ്പുലേഷൻ, റെസ്റ്റ് ഓഫ് ദി വീക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് ആഫ്റ്റർ തേഴ്സ്ഡേ ഫ്രൈഡേ
ജസ്റ്റ് എന്തായിരിക്കും ചിലപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റിട്രേസ്മെൻ്റ് ആയിരിക്കും. ആ ഒരു വീക്ക്ലി റേഞ്ചിലുള്ള റിട്രേസ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് മോസ്റ്റ്ലി ഈ ഒരു ട്യൂസ്ഡേ ഹൈ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു പി ഡി അറയിലോട്ട് വന്നിട്ടായിരിക്കും. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു ഓർഡർ ബ്ലോക്കിലോട്ടോ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടോ ബ്രേക്കറിലോട്ടോ ഒക്കെ വന്നിട്ടായിരിക്കും ഈ ഒരു ഹൈ ഓഫ് ദി വീക്ക് ഫോം ചെയ്യണത്. ഓക്കെ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഒരു ബാരിഷ് ക്യാൻഡിലാണ്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എന്താണ്? ഒരു ബാരിഷ് ക്യാൻഡിലാണ്. സോ ഒരു ബാരിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോപ്പിൽ ഓപ്പൺ ചെയ്യും, ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മുകളിലോട്ട് പോകും, ഹൈ ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം നേരെ താഴെ വരും, ലോ ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം നേരെ മുകളിലോട്ട് വന്നിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ഒരു ഒരു നോർമൽ ബാരിഷ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ബാരിഷ് ക്യാൻഡിലാണ് നമ്മളിപ്പോൾ നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രിൻറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അത് നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അനാട്ടമി നോക്കുവാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, മൺഡേ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു? ആ ഒരു മൺഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്യുന്നു. ആൻഡ് ഹൈ ഓഫ് ദി വീക്ക് എപ്പോൾ ക്രിയേറ്റ് ചെയ്യണോ? ട്യൂസ്ഡേ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് റെസ്റ്റ് ഓഫ് ദി വീക്ക് പ്രൈസ് എന്തായിരിക്കും? ഒരു സ്ട്രോങ് ബാരിഷ് മൂവ് ആയിരിക്കും. ആൻഡ് ഒരു ഹൈ ലോ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ദെൻ ക്ലോസ് ചെയ്യും. സോ ഇവിടെ ആ ഒരു ഹൈ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എപ്പോഴായിരുന്നു? എക്സാമ്പിൾ പറയുന്നതാണ്, ഇതിൻ്റെ ചാർട്ടിലോട്ടുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. ഹൈ ഓഫ് ദി വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എപ്പോഴായിരുന്നു? ട്യൂസ്ഡേ ആയിരുന്നു. ഓക്കെ, അതായത് ഒരു ഹൈ പ്രൊബിലിറ്റി റിവേഴ്സൽ ആണെങ്കിൽ മോസ്റ്റ്ലി ആ റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ലോ ഓഫ് ദി വീക്ക് ഫോം ചെയ്യണത് ചൊവ്വാഴ്ച ആയിരിക്കും. മോസ്റ്റ്ലി ലണ്ടൻ സെഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ ഓഫ് ദി വീക്ക് ഫോം ചെയ്യണത് എപ്പോഴായിരിക്കും? അതായത് ഒരു ബാരിഷ് ക്യാൻഡിലാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ മോസ്റ്റ്ലി ഹൈ ഓഫ് ദി വീക്ക് ഫോം ചെയ്യണത് ചൊവ്വാഴ്ച ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ട്യൂസ്ഡേ ഹൈ ഓഫ് ദി വീക്കിനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇത് USD/CHFലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്? ഇത് മൺഡേ ആണ്. ഓക്കെ, ഇവിടെ ആ ഒരു ഡേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് മൺഡേയിലത്തെ പ്രൈസ് ആക്ഷൻ ആണ്. ആ ഒരു ഡിവൈഡേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് ട്യൂസ്ഡേ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു? ആ ഒരു മൺഡേയിലത്തെ ഹൈ ആയിരുന്നു ഇത്. സോ പ്രീവിയസ് ഡേ ഹൈ. സോ ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് മൺഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്തു. സോ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് എവിടെ എന്താ ക്രിയേറ്റ് ചെയ്തേ? ഒരു സ്ട്രോങ് ബാരിഷ് മൂവ്. അതായത് ട്യൂസ്ഡേ അതിന് ശേഷം ബാരിഷ് ആയിരുന്നു, വെനസ്ഡേ അതിന് ശേഷം ബാരിഷ് ആയിരുന്നു, തേഴ്സ്ഡേ അതിന് ശേഷം ബാരിഷ് ആയിരുന്നു. സോ ഫ്രൈഡേ ഒരു സ്ട്രോങ് ബാരിഷ് ആയിരുന്നു. ഓക്കെ, അന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് റിട്രേസ്മെൻറ്റ് ആയിരുന്നില്ല, കണ്ടിന്യൂഷൻ ആയിരുന്നു. ഫ്രൈഡേയും കാണാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റിവേഴ്സൽ, അതായത് ഈ ഒരു ട്യൂസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ഫോം ചെയ്തിട്ടുള്ള ശരിക്കും എവിടെയായിരുന്നു? ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഒരു പ്രീമിയം അറയുടെ അകത്താണ്, ഒരു പ്രീമിയം PD അറയുടെ അകത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഹൈ ഓഫ് ദി വീക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മൺഡേ ട്യൂസ്ഡേ. ഓക്കെ, മൺഡേ വീക്ക് സ്റ്റാർട്ട് ചെയ്തു, ട്യൂസ്ഡേ വന്നിട്ട് എന്ത് ചെയ്തു? മൺഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ഹൈ ഓഫ് ദി വീക്കും ട്യൂസ്ഡേ ക്രിയേറ്റ് ചെയ്തു. റെസ്റ്റ് ഓഫ് ദി വീക്ക് ബാരിഷ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 ഹവറിലാണ്. ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഇവിടെ ഒരു 4 ഹവറിൽ ഒരു ബാരിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സെൽ സൈഡ് ഇംബാലൻസ് ഇവിടെ കിടപ്പുണ്ട്. ആ ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള സെൽ സൈഡ് ഇംബാലൻസിൻ്റെ അകത്താണ് ഈ ഒരു പ്ലേ നടന്നിട്ടുള്ളത്. ഓക്കെ, മൺഡേ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു, ട്യൂസ്ഡേ വന്നിട്ട് മൺഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്തു. റെസ്റ്റ് ഓഫ് ദി വീക്ക് എന്തായിരുന്നു പ്രൈസ്? ബാരിഷ് ആയിരുന്നു. ഓക്കെ, ഇവിടെ നല്ലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് കാണാൻ പറ്റും. ഓക്കെ, സോ ജൂലൈ 30 ഓക്കെ, ഇതാണ് നമ്മുടെ ഓക്കെ ഈ ഒരു ഏരിയ ആണ് എന്ത് വരുന്നത്? ഇതാണ് നമ്മുടെ ആ ഒരു 4 ഹവറുള്ള ഏരിയ വരുന്നത്. ഓക്കെ, ഇത് മൺഡേയിലുള്ള പ്രൈസ് ആക്ഷൻ. ഓക്കെ, ഇത് മൺഡേയിലുള്ള പ്രൈസ് ആക്ഷൻ, ഇത് ട്യൂസ്ഡേയിലുള്ള പ്രൈസ് ആക്ഷൻ. ഇതായിരുന്നു എന്ത് പറഞ്ഞത്? മൺഡേയിലത്തെ ഹൈ വരുന്നത് ഈ ഒരു ഏരിയ. സോ പ്രീവിയസ് ഡേ ഹൈ, അത് പ്രീവിയസ് ഡേ ഹൈ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മൺഡേ ഉള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ഒരു ബിഗ് റേഞ്ച് ആയിരുന്നു. സോ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് പോയി ഈ ഒരു ഏരിയ ഒരു പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? നല്ലൊരു റേഞ്ച് മൺഡേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റേഞ്ച്. ഓക്കെ, സോ ട്യൂസ്ഡേ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു? മൺഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്തു. അതായത് ആ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് കാണാം?
ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൈസിൽ കാണാം. ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഇവിടെ ഏഷ്യയുടെ ഹൈ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ലണ്ടൻ സെഷൻ്റെ അകത്തായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. സോ ടൈം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 12:45 ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൈസിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. ഓക്കെ, ഒരു സ്ട്രോങ് ബ്രേക്ക് പ്രൈസിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. ആ ഒരു സമയത്ത് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് റിട്രേസ് ചെയ്ത് വന്ന് നമുക്ക് കാണാം. ഓക്കെ, ആ ഒരു സമയത്ത് ഇവിടെ എൻട്രി എടുക്കാമായിരുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പിന് പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തിട്ട് ഈ ഒരു റിജക്ഷൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാമായിരുന്നു. സ്റ്റോപ്പ് ലോസ് ആ ഒരു സ്വിങ് ഹൈ വെക്കാം. ഓക്കെ, സോ ടാർഗറ്റ് എന്ത് ചെയ്യാം, മണ്ടേലത്തെ ലോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബാരിഷ് വീക്ക് ആയതുകൊണ്ട് ഓക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ മണ്ടേലത്തെ ലോ നോക്കുവാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 1:3 അവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഒരു ക്ലാസിക് ട്യൂസ്ഡേ ഹൈ ഓഫ് ദ വീക്കിനുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു. അതായത് ആ ഒരു വീക്ക് എന്തായിരുന്നു, ആ ഒരു വീക്ക് ഒരു സ്ട്രോങ് ബാരിഷ് ക്യാൻഡിലായിരുന്നു വീക്കിലി ടൈം ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മൺഡേ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു, ട്യൂസ്ഡേ ആ ഒരു മൺഡേലത്തെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ഹൈ ഓഫ് ദ വീക്ക് ട്യൂസ്ഡേ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് റെസ്റ്റ് ഓഫ് ദ വീക്ക് എന്തായിരുന്നു, പ്രൈസ് സ്ട്രോങ് ആയിട്ട് ബെയറിഷ് ആയിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ട്യൂസ്ഡേ ഹൈ ഓഫ് ദി വീക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളായിരുന്നു, ക്ലാസിക് ട്യൂസ്ഡേ ഹൈ ഓഫ് ദി വീക്കും അതുപോലെ തന്നെ ക്ലാസിക് ട്യൂസ്ഡേ ലോ ഓഫ് ദി വീക്ക്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരുപാട് പ്രൊഫൈൽസ് കിടപ്പുണ്ട്. ഇവിടെ എനിക്ക് കൂടുതലും വർക്ക് ആയതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ട്യൂസ്ഡേ ഹൈ ഓർ ലോ ഓഫ് ദി വീക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളൊരു എക്സ്ട്രാ കൺഫ്ലുവൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജിയുടെ കൂടെ ഓക്കെ ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കിൽ ലോ ഓഫ് ദി വീക്ക് അല്ലെങ്കിൽ ഹൈ ഓഫ് ദി വീക്ക് ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു എക്സ്ട്രാ കൺഫ്ലുവൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു വീക്ക്ലി പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.